ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ കിച്ചൺ ടൂറിന് നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഒരു ഗിവ് അവേ വെച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇത്, അല്ലാതെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. നിങ്ങളീ പലർക്കും സംശയം തോന്നുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഇതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഗിവ് അവേയുടെ കാലപരിധി അടുത്ത മാസം 15 വരെയാണ്. കഴിയുന്നത് എല്ലാവരും അതിൽ പങ്കാളികളാകാൻ ശ്രദ്ധിക്കണേ. ഇനി ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. കാലത്ത് തേങ്ങ പൊതിക്കുമ്പോൾ അതിന് മുള വന്നിട്ടുണ്ടായിരുന്നു. ഈ മുളച്ച തേങ്ങക്കകത്ത് കാണുന്ന പൊങ്ങ് എന്ന് പറയുന്ന സാധനം ഇവിടെ മക്കൾക്കും ബാപ്പാക്കും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയ പൊങ്ങായിരുന്നു, അപ്പോൾ അവർ കഴിക്കുന്നുണ്ട്. കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പ്രാതലിനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഊത്തപ്പമായിരുന്നു മെനു. മക്കളിത് കെച്ചപ്പ് കൂട്ടി കഴിച്ചോളും. സാധാരണ ഇഡ്ഡലി മാവിന് അരച്ച് വെക്കുന്ന മാവ് തന്നെയാണ് കുറച്ച് ലൂസാക്കി ഊത്തപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ദോശ പോലെ ചുട്ടെടുത്ത് അതിന് മുകളിൽ കുറച്ച് തക്കാളിയും കാബേജും പച്ചമുളകൊക്കെ വിതറിക്കൊടുത്ത് ഇത്തിരി നെയ്യ് കൂടി തൂക്കിക്കൊടുത്താണ് ഞാനിത് ചുട്ടെടുക്കാറ്. ഈ നെയ്യ് ഇത്തവണത്തെ ഓണത്തിൻ്റെ കിറ്റ് നൽകുമ്പോൾ റേഷൻ ഷോപ്പിൽ നിന്നും കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യത്തേത് കിച്ചൺ ഓർഗനൈസറായിട്ട് ഞാൻ വാങ്ങിച്ച പ്ലാന്റെക്സിൻ്റെ ഒരു ഓർഗനൈസറായിരുന്നു. മറ്റേത് നിലത്ത് വിരിക്കുന്ന ഒരു മാറ്റായിരുന്നു. ഓർഗനൈസർ വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. അതും റീസണബിൾ പ്രൈസിനാണ് കിട്ടിയത്. എന്നാൽ മാറ്റ് നല്ല വിലയുണ്ടായിരുന്നു. പക്ഷേങ്കിലും അത് വിചാരിച്ചത്ര ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഹസ്ബൻഡ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാഴ്ച കാണിച്ചു തരുന്നുണ്ട്. വീട്ടിലെ തോട്ടത്തിലെ പ്ലം ചെടി കായ്ച്ച് കിടക്കുന്ന അതാണ്. ചെറീസ് പോലെ കാണാനുണ്ടെങ്കിലും കഴിച്ചപ്പോൾ ഇത് പ്ലം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനത് മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുകയാണ്. അവർ കുറച്ച് നേരം പഠിക്കാനും മറ്റുമായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനകത്ത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനെൻ്റെ ജർബറ ചെടികളൊക്കെ ഉറുമ്പ് കയറിയിട്ട് ഇത്തിരി വാടിപ്പോയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾ വെക്കുന്ന ഇടമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ചെടികളൊക്കെ നിലത്തേക്ക് എടുത്തു വെച്ച് ഞാൻ ഈ വാശേരിയ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജർബറൊക്കെ ഇപ്പോൾ പഴയ സ്മാർട്ട്നെസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. വെയിലത്ത് വെച്ചതുകൊണ്ട് ഇത്തിരി വാടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ തലേന്ന് തന്നെ കുറച്ച് വൻപയർ കുതിർക്കാനിട്ടിരുന്നു. അത് വേവിക്കാനായി പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇത്തിരി ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുക്കുന്ന അതാണിത്. മക്കൾക്കിത് വലിയ ഇഷ്ടമാണ് കേട്ടോ, അവരിങ്ങനെ തന്നെ കഴിച്ചോളും. ഉച്ചയൂണ് കഴിഞ്ഞ ഉടനെ ഞാനിന്ന് അനിയത്തീൻ്റെ വീട്ടിൽ പോയി. അനിയത്തിയുടെ കൂടെ അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പഴയങ്ങാടി പോയപ്പോൾ നമുക്ക് കാര്യമായിട്ട് വലിയ സെലക്ഷനൊന്നും കിട്ടിയില്ല. അപ്പോൾ അനിയത്തിക്ക് അറിയുന്ന ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇല്ല ഒരു കുട്ടീൻ്റെ കടയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നല്ല റീസണബിൾ പ്രൈസിനാണ് ലഭിക്കുന്നതും. അനിയത്തി അവിടുന്ന് കുറച്ച് ഷാളൊക്കെ പർച്ചേസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ പോയ കടയുടെ അടുത്ത് തന്നെ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അപ്പോൾ അവളെ കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും ചെന്നു. ഞങ്ങളുടെ ഉമ്മാൻ്റെ അയൽവക്കാണ് അവളുടെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് കേട്ടോ. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അവളുടെ ഉമ്മയും ഞങ്ങളുടെ ഉമ്മയും നല്ല അടുപ്പമുള്ള സ്നേഹിതന്മാരാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടായിട്ടും അവൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൽക്കാരം ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ റംഷിയുടെ ഭർത്താവ് അധ്യാപകനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അവരുണ്ടാക്കിയ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചു. വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അനിയൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പൊന്നാങ്ങളയുടെ അടുത്ത സുഹൃത്താണ്, റൈസാണ്. അപ്പോൾ റൈസും മകനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആയിരുന്നു. അപ്പോൾ രാത്രിയിലേക്ക് ഞങ്ങൾ നൂഡിൽസും ചില്ലി ചിക്കനും ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അമ്മായി നല്ല അവിലോസുണ്ടയും കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.